അരിക്ക് കിലോക്ക് 25 രൂപയോ? കൊള്ളാലോ. സപ്ലൈകോയുടെ ഓണം വിപണിയിൽ 30% മുതൽ 50% വരെ വിലക്കുറവോ? എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും ആനുകൂല്യങ്ങളോ? സൗജന്യ ഓണക്കിറ്റോ? ഞാൻ ഇപ്പൊ പറഞ്ഞതെല്ലാം വെറും സംശയങ്ങളോ അല്ലെങ്കിൽ വ്യാജ വാർത്തയോ അല്ല. കേരള ഗവൺമെന്റ് നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളാണ്. നമുക്കറിയാം, ഓണനാളുകൾ ഇങ്ങനെ എത്തിക്കഴിഞ്ഞു അല്ലെ. ഈ ഓണക്കാലത്ത് നമ്മുടെ വീട്ടിലെ സദ്യ ഒരുക്കാൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ പൊതുവിപണിയിലെ വിലക്കയറ്റം ഓർത്ത് ആരും ഇനി തൊട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെയും സപ്ലൈകോയുടെയും വൻ വിലക്കുറവോടെയുള്ള ഓണം വിപണി ഇടപെടൽ മേളകൾ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 8 മുതൽ, അതായത് നാളെ മുതൽ ഓഗസ്റ്റ് 25 വരെ നടക്കുന്ന ഈ ഓണം മേളകളിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്? ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യം? എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും ഇതൊക്കെ ലഭിക്കുമോ? എന്തൊക്കെ സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടും? എവിടെയാണ് ഈ മേളകൾ നടക്കുന്നത്? ഇതെല്ലാം സർക്കാരിന്റെ ഔദ്യോഗിക ഉത്തരവുകൾ അടിസ്ഥാനമാക്കി ഇന്ന് ഞാനിവിടെ പറയാൻ പോവുകയാണ്. സോ വീഡിയോ അവസാനം വരെ കാണണം, ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ സ്ഥലങ്ങളാണ്, എവിടേക്കാണ്, വില എത്രയാണ് വരുന്നത്, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ വീഡിയോ മിസ് ചെയ്താൽ നിങ്ങളുടെ പൈസ നഷ്ടമാവും, അത്രേ ഉള്ളൂ. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ വീഡിയോ കാണുന്നത്? അങ്ങനെയാണ് എന്താ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈമില്ല, ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു സന്തോഷ വാർത്തയോടുകൂടി ഞാൻ ഈ വീഡിയോ തുടങ്ങാം. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മാത്രമല്ല ആനുകൂല്യങ്ങൾ, സപ്ലൈകോയിൽ എല്ലാ റേഷൻ കാർഡുകാർക്കും സബ്സിഡി കിറ്റുകൾ നൽകുന്നുണ്ട്. അപ്പൊ അതിനൊരു തീരുമാനമായേ. എപ്പോഴെല്ലാവരും ചോദിക്കുന്നതാണ്, ഈ മഞ്ഞക്കാർഡ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ആനുകൂല്യങ്ങളും സൗജന്യ ഓണക്കിറ്റുകളും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ ഈ സപ്ലൈകോയിൽ നമുക്ക് മഞ്ഞക്കാർഡുകൾ മാത്രമല്ല, എല്ലാ റേഷൻ കാർഡ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ തീയതി ഓർമ്മിച്ച് വെച്ചോളൂ. ഓഗസ്റ്റ് 8 മുതൽ ഓഗസ്റ്റ് 25 വരെ, അതായത് ഉത്രാട ദിനം വരെയാണ് സപ്ലൈകോയുടെ ഈ പ്രത്യേക ഓണം മാർക്കറ്റുകൾ തുറന്നു പ്രവർത്തിക്കുക. ഇനി എവിടേക്കാണ് ഈ മേളകൾ നടക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. മെട്രോ ഓണം ഫെയറുകൾ തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് എറണാകുളം തുടങ്ങിയ വലിയ നഗരങ്ങളിലാണ് ഇത് നടക്കുന്നത്. രണ്ടാമതായി ജില്ലാ തലമേളകൾ സംസ്ഥാനത്തെ എല്ലാ 14 ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. മൂന്നാമതായി നിയമസഭാ മണ്ഡലം മേളകൾ 140 മണ്ഡലങ്ങളിലും താലൂക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക ഓണച്ചന്തകൾ ഉണ്ടാകും. ഇതോടൊപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും പീപ്പിൾസ് ബസാറുകളും ഓണ മാർക്കറ്റുകളായി മാറാൻ പോവുകയാണ്. അപ്പൊ ഇവിടേക്കാണ് ഓണച്ചന്തകൾ നടക്കുന്നത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു വില വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. പൊതുവിപണിയിൽ വൻ വിലയുള്ള 13 പ്രധാന നിത്യോപയോഗ സാധനങ്ങളാണ് സപ്ലൈകോ വഴി വൻ വിലക്കുറവില് സബ്സിഡി നിരക്കിൽ നൽകുന്നത്. പ്രധാന ഇനങ്ങളുടെ വില നമുക്കൊന്ന് കുറച്ച്, എല്ലാം ഞാൻ പറയുന്നില്ല, കുറച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യമായി നമുക്ക് അരി എടുക്കാം. അരി, ജയ, മട്ട, പച്ചരി, ഈ 3 ഇനങ്ങളിലും പൊതുവിപണിയിൽ ഇതിന്റെ ഇപ്പൊ നിലവിലുള്ള ഒരു വില കിലോയ്ക്ക് വരുന്നത് 40 രൂപ മുതൽ 50 രൂപയാണെങ്കിൽ സപ്ലൈകോ സബ്സിഡി നിരക്ക് വരുന്നത് വെറും 25 രൂപ മാത്രമാണ് ഒരു കിലോയ്ക്ക് വരുന്നത്. ഓക്കെ, ഇനി ചെറുപയർ എടുക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ 110 രൂപയ്ക്ക് മുകളിലുള്ളത് സപ്ലൈകോയിൽ വെറും 92 രൂപയാണ്. ഉഴുന്നാണെങ്കിൽ പൊതുവിപണിയിൽ 120 മുതൽ 130 രൂപയുള്ളപ്പോൾ ഇവിടെ വെറും 95 രൂപ. കടല മാർക്കറ്റിൽ 95 രൂപയാണെങ്കിൽ ഇവിടെ വരുന്നത് വെറും 69 രൂപ. തുവരപ്പരിപ്പ് കിലോയ്ക്ക് 115 നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കും. വറ്റൽമുളക് പൊതുവിപണിയിലെ വില വരുന്നത് 180 രൂപ മുതൽ 200 രൂപയാണ്. അത് നിങ്ങൾക്ക് 135 രൂപയ്ക്കാണ് സപ്ലൈകോയിൽ നൽകുന്നത്. മല്ലി കിലോയ്ക്ക് 79 രൂപ വരെയാണ് നിങ്ങൾക്ക് സപ്ലൈകോയിൽ കിട്ടുന്നത്. ആൻഡ് ശബരി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മാർക്കറ്റ് വിലയേക്കാൾ 30 രൂപ മുതൽ 40 രൂപ വരെ കുറവാണ് സപ്ലൈകോയിൽ ലഭിക്കുന്നത്. 30-40 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ സപ്ലൈകോയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ഡീറ്റെയിലിംഗ് ആണ് തന്നത്. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ, ബാക്കി നിങ്ങൾ നമ്മുടെ സപ്ലൈകോയിൽ പോകുന്ന സമയത്തൊന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കിട്ടും. അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, സബ്സിഡി ഇല്ലാത്ത മറ്റു പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്കും വലിയ ഓഫറുകൾ ഇത്തവണ സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. ഓണമാണ്, മസാലപ്പൊടി ഇല്ലാതെ നമുക്ക് ഒന്നും നടക്കില്ല അല്ലേ. സോ മസാലപ്പൊടികൾ, അഫ്കോഴ്സ് പായസം, ഓണം പായസം ഇല്ലാതെ ഓണം ഇല്ല. ആൻഡ് പായസം മിക്സുകൾ, ബിസ്ക്കറ്റുകൾ, സോപ്പുകൾ എന്നിവയ്ക്ക് 10% മുതൽ 30% വരെ കിഴിവ് ലഭിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പായസം കിറ്റ് ഒരു പൊതുവിപണിയിലുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അതിന് 100 രൂപയായിരിക്കും. ഇതേ സാധനം സപ്ലൈകോയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പായസം കിറ്റ് തന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇവിടെ 60 രൂപയ്ക്കും അല്ലെങ്കിൽ ഒരു 70 രൂപയ്ക്കും കിട്ടും. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. 1-2 സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10-20 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഓണത്തിനൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ
സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങും. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ഡിഫറൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഇനി നമുക്ക് റേഷൻ ആനുകൂല്യങ്ങൾ, അതായത് ഓണ കിറ്റിന്റെ കാര്യത്തിലേക്ക് കടക്കാം. അത് പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാളെ സംഭവിക്കുക, അല്ലെങ്കിൽ ഈ അടുത്ത മൊമെന്റിൽ എന്താ നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ടേം ഇൻഷുറൻസ് വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ. മാസം ഏകദേശം 400 രൂപ മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ തന്നെ നിങ്ങൾക്ക് പ്ലാനുകൾ ഒരുപാട് അവൈലബിൾ ആണ് ഇപ്പോൾ പോളിസി ബസാറിൽ. സോ 51ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. കൂടാതെ 15% വരെ ഇപ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിന് കോടികൾ വരെ പരിരക്ഷ ലഭിക്കുന്ന പ്ലാനുകൾ തിരഞ്ഞെടുക്കാനുമാകും. ഒപ്പം ഒരു ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. ഒരു ആശുപത്രി ചെലവ് തന്നെ നമ്മുടെ സാമ്പത്തിക പദ്ധതികളെ വളരെ മോശമായ രീതിയിൽ ബാധിച്ചേക്കാം. അതിനാൽ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. മാസം 400-500 രൂപ മുതൽ പ്രീമിയത്തിൽ പ്ലാൻ ലഭ്യമാണ്. കോടികൾ വരെ കവറേജും ലഭിക്കും. ഒപ്പം 25% ഡിസ്കൗണ്ടും ഇപ്പോൾ അവൈലബിൾ ആണ്. 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ട്, പ്ലസ് 51ലധികം ഇൻഷുറൻസ് പങ്കാളികൾ, കൂടാതെ സഹായത്തിനായി ഒരു ഡെഡിക്കേറ്റഡ് ഹെൽത്ത് മാനേജറും ലഭ്യമാണ്. ഇനി നമുക്ക് റേഷൻ ആനുകൂല്യങ്ങൾ, അതായത് ഓണ കിറ്റിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഓണ കിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുള്ള അവർക്ക് മാത്രമാണ് സൗജന്യ ഓണക്കിറ്റ് കിട്ടുന്നത്. സോ ഇവർക്കുള്ള ഈ ഒരു സൗജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 മുതൽ ആരംഭിക്കും. 16 ഇനങ്ങൾ അടങ്ങിയിട്ടാണ് ഈ ഒരു കിറ്റിൽ വരുന്നത്. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ മറക്കരുത്. ആ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ വിഭാഗത്തിലുള്ളവർക്കാണ് സൗജന്യ ഓണക്കിറ്റ് വരുന്നത്, ഇനി സൗജന്യ ഓണക്കിറ്റിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, എത്ര തരത്തിൽ ഓണക്കിറ്റുകളുണ്ട്, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ പെട്ടെന്ന് പോയിട്ട് കാണാം. ഇനി റേഷൻ കാർഡ് വഴി മഞ്ഞ കാർഡ് അല്ലാതെ നീല കാർഡ് ഉടമകൾക്ക് ഓഗസ്റ്റ് മാസത്തിൽ പ്രത്യേക ആനുകൂല്യങ്ങളും കൂടിയുണ്ട്. അതായത് കുറഞ്ഞ നിരക്കിൽ 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും റേഷൻ കാർഡ് വഴി ലഭ്യമാകും കേട്ടോ. അപ്പോൾ മഞ്ഞ കാർഡ് അല്ലാതെ നീല കാർഡുള്ളവർക്ക് ഇങ്ങനൊരു ആനുകൂല്യവും ലഭിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ സപ്ലൈക്കോ ഓണച്ചന്തകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. അതിൽ ഒന്നാമത്തെ കാര്യം, റേഷൻ കാർഡ് നിങ്ങൾ കരുതുക. സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ റേഷൻ കാർഡോ കാർഡ് നമ്പറോ നിങ്ങൾക്ക് നിർബന്ധമാണ്. എൻ്റെ കാർഡ് മഞ്ഞ കാർഡൊന്നും അല്ല, അപ്പോൾ അതിനവിടെ ആനുകൂല്യമൊന്നും ഇല്ല വിചാരിക്കരുത്. നിങ്ങളുടെ കാർഡ് ഏത് തന്നെ ആയിക്കോട്ടെ, അത് കയ്യിൽ കരുതുക. രണ്ടാമത്തെ കാര്യം, നേരത്തെ വാങ്ങുക. ഓഗസ്റ്റ് 25 ഉത്രാടം ദിനം വരെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിലും അവസാന ദിവസങ്ങളിലെ വലിയ തിരക്ക് ഒഴിവാക്കാൻ ഓഗസ്റ്റ് 10നും 20നും ഇടയിൽ തന്നെ പർച്ചേസ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. നാളെ തൊട്ട് തുടങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് നാളെ തൊട്ട് തന്നെ പോയി തുടങ്ങാം. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അറിയൽ. നിങ്ങളുടെ അടുത്തുള്ള സപ്ലൈകോ കേന്ദ്രത്തിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിങ്ങൾ അവിടേക്ക് പോവാം. നാലാമത്തെ കാര്യം, ഒരു കുടുംബത്തിന് എത്ര അളവ് സാധനങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. സബ്സിഡി സാധനങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചൊരു പരിധിയുണ്ട്. എല്ലാവർക്കും ഒരേ അളവിൽ സാധനങ്ങൾ ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് സ്റ്റോക്ക് അനുസരിച്ചായിരിക്കും വിതരണം നടത്തുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. ആൻഡ് അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വില താരതമ്യം ചെയ്ത് വാങ്ങുക. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വിലക്കുറവ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോയിട്ട് അവിടെ വിലക്കുറവാണെന്ന് പറഞ്ഞാൽ എല്ലാം ബ്ലൈൻഡ്ലി അങ്ങോട്ട് വാങ്ങരുത്. സപ്ലൈക്കോ വിലയും അതുപോലെ നിങ്ങളുടെ സമീപത്തെ കടകളിലെ വിലയും ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത ശേഷം മാത്രം ആവശ്യമായ സാധനങ്ങൾ മാത്രം വാങ്ങുക. ആറാമതായി, ബില്ല് വാങ്ങുന്നത് മറക്കരുത്. വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും ബില്ല് നിങ്ങൾ അപ്പോൾ ചോദിച്ച് വാങ്ങുക. വിലയിൽ വ്യത്യാസമോ പരാതിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബില്ല് ഉപയോഗിച്ച് പരാതി നൽകാൻ സാധിക്കും. ഇനി ഏഴാമതായി എന്ന് പറഞ്ഞാൽ, പരാതിപ്പെടാനുള്ള മാർഗം. സാധനങ്ങളുടെ ഗുണനിലവാരം, വില, ലഭ്യത എന്നിവയിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലൈകോ അധികൃതരെ അറിയിക്കാം. ഉപഭോക്തൃ പരാതിക്കായി ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. പലപ്പോഴും എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് സൗജന്യമായിട്ട് കിട്ടുന്ന സാധനമല്ലേ, വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും കരുതരുത്. വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് മാത്രമാണ് നമ്മൾ എയിം ചെയ്യുന്നത് കൊടുക്കാൻ. പക്ഷെ അതിൽ എന്തെങ്കിലും ചിലപ്പോൾ ഗുണനിലവാരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരാതിപ്പെടുകയും ചെയ്യാം. ഈ ഓണക്കാലത്ത് സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഈ വിലക്കുറവ് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിന് നല്ലൊരു തുക ലാഭിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീയതികൾ ഓർത്ത് വെക്കുക കേട്ടോ. ആവശ്യമായ രേഖകൾ കരുതുക. തിരക്ക് കൂടുന്നതിന് മുൻപ് തന്നെ സാധനങ്ങൾ വാങ്ങി ഓണം കൂടുതൽ ഹാപ്പി ആയിട്ട് നിങ്ങൾ ആഘോഷിക്കുക. പിന്നെ ഈ ഒരു ഓണ സമയം കൂടി ആയതുകൊണ്ട് നമുക്കറിയാം ഒരുപാട് അഡ്വർടൈസ്മെന്റ്സും ഡിസ്കൗണ്ട് മേളകളും അതും ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ഫോണിൽ വരാറുണ്ട്. എല്ലാ റേഷൻ കാർഡുകാർക്കും ഫ്രീ കിറ്റ് കിട്ടും, ആധാർ നൽകി ഓണക്കിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ വരെ ലിങ്ക് വരും. അതിലൊന്നും നിങ്ങൾ വീഴരുത്. സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം നിങ്ങൾ കേൾക്കുക. അത് കേട്ടിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എല്ലാ കാർഡിനും സൗജന്യ കിറ്റ് ഉണ്ടെന്ന് പറയുന്നത് പൂർണ്ണമായും വ്യാജമാണ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നി എന്നെങ്കിൽ മാത്രം നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനും അതുപോലെ കുടുംബത്തിലുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതെല്ലാവർക്കും ഉപകാരമാവട്ടെ. ആൻഡ് നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയോ മറ്റെന്തെങ്കിലും ടോപ്പിക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിലോ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.